Friends, welcome to our channel. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമിഴിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ അറിയാണ്ട് ട്രേഡിംഗ് ഈ സംഭവം അറിയാണ്ട് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാണ്ടോ അല്ലെങ്കിൽ കണ്ട ആൾക്കാർ വീഡിയോയിലും സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് അതായത് ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാർ ഇതേ കുറിച്ച് പറഞ്ഞിട്ടൊക്കെ ട്രേഡിങ്ങും സംഭവം ചെയ്തിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുടെ ക്യാഷ് ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ പോകുന്നുണ്ട്. അതായത് സെബി തന്നെ ഇപ്പോൾ പുറത്തു വിട്ടുണ്ടായിരുന്നു കോടികളാണ് ആക്ച്വലി ട്രേഡിംഗ് ത്രൂ ഇപ്പോൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തമ്മിലിടാൻ തന്നെ കാരണം എന്താ വെച്ചാൽ വീഡിയോ ഫുള്ള് കാണുന്നത് ട്രേഡിങ് ചെയ്യാൻ നടക്കുന്നത് വെച്ചാൽ ഇതിനെക്കുറിച്ച് അറിയാണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ക്വാളിഫൈഡ് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ മിക്ക ആൾക്കാരും അതായത് ഡെയിലി വ്ളോഗ്സും അല്ലെങ്കിൽ ബാക്കിയുള്ള സബ്ജക്റ്റുകളിലൊക്കെ വീഡിയോ ചെയ്യാറുള്ള ആൾക്കാരടക്കം ഇപ്പോൾ ഫൈനാൻസിലും ക്രെഡിറ്റ് കാർഡിലൊക്കെ വീഡിയോ ഇടണം നിങ്ങൾ കണ്ടായിരിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ നിങ്ങൾ കാണുന്ന വല്ലവരും വീഡിയോ ഉണ്ടെങ്കിൽ ചെക്ക് ഔട്ട് നോക്കിയാൽ മതി. എന്താ വെച്ചാൽ അതിന് ഫൈനാൻസുകൾക്ക് ഇപ്പോൾ വീഡിയോസിന് അത്യാവശ്യം ആൾക്കാർ നോക്കി തുടങ്ങി, ആൾക്കാർ ഫൈനാൻഷ്യലി എഡ്യൂക്കേറ്റഡ് ആയി തുടങ്ങി. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിന് വ്യൂസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഇതിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി വ്ളോഗ്സ് അതെന്ന് വെച്ചാൽ 10 പൈസയ്ക്ക് വരുന്നുണ്ടാവില്ല ഇതിനെക്കുറിച്ച്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അതിനെന്താ വെച്ചാൽ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ഡെയിലി വ്ളോഗ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ ചെയ്യുന്ന വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പും സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് വ്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് അപ്പോൾ ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് പ്രൊമോഷനും കിട്ടും. എന്ന് വെച്ചാൽ ബ്രാൻഡുകൾക്ക് ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാശ് ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ നന്നാവണമെന്നൊന്നുമില്ല. അവർക്ക് അവരുടെ സാധനം പ്രൊമോട്ട് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇതിൽ ചെക്കൗട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം മെയിൻലി സാധനങ്ങളും പ്രൊമോഷൻ ആയിരിക്കും. അപ്പോൾ ഇതിനെ കുറിച്ച് 10 പൈസ അറിയാത്ത അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരുടെ ഒരിക്കലും നിങ്ങൾ ഇതുപോലെ ഫൈനാൻസ് വീഡിയോസ് കണ്ടിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക ഇതിനെക്കുറിച്ച് പഠിക്കാനോ സംഭവത്തിലേക്കൊന്നും പോകാൻ നിൽക്കരുത്. ഇതിനെക്കുറിച്ച് മാത്രം ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയ ആൾക്കാരുടെ വീഡിയോസ് മാത്രം കാണുക. അല്ലെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ ഫിനാൻസിനെ ഡയറക്റ്റ് പോയി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എന്നുവെച്ചാൽ നമ്മുടെ ഡോക്ടറെ കാണുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ പോയി കണ്ടിട്ട് മാത്രം നിങ്ങളുടെ പേഴ്സണൽ ഫൈനാൻസ് ശരിയാക്കുക അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് സംഭവമൊക്കെ ചെയ്യാട്ടോ. ഇത് ബാങ്കിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീസെൻ്റ്ലി തന്നെ നിങ്ങൾക്ക് അറിയാം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സെബി പുതിയൊരു റൂള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ആൾക്കാർ ഓരോ ഇന്ന സ്റ്റോക്ക് വാങ്ങിക്കുക അന്ന സ്റ്റോക്ക് വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അതുകൊണ്ടാണ് ഇപ്പോൾ സെബി പുതിയ റൂൾ വന്നിരിക്കുന്നത്. ഇങ്ങനെ റെക്കമെൻഡേഷൻ ചെയ്യാൻ പാടില്ല, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വേണം, ലൈസൻസ് വേണം സെബിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കാൻ മറക്കണ്ട. ഇതിൽ ഒരു 90% ആൾക്കാരും പോയി ചാടുന്നുണ്ട്. അതാണ് മെയിൻ. എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാക്കാവുന്നുള്ളൂ. ഈ ട്രേഡിംഗ് എന്നൊക്കെ പറയുന്നത് അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വലി യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പരിപാടികളാണ്. അല്ലാണ്ട് ഇപ്പോൾ ഒരാൾ ആ മെത്തേഡ് ഉപയോഗിച്ച് അത് കണ്ട് നമുക്ക് അതേ സാധനം ഉപയോഗിച്ചാൽ നമുക്ക് കാശ് കിട്ടണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ ഇട്ട ക്യാഷിൻ്റെ ട്രിപ്പിളും സംഭവങ്ങളൊക്കെ പോകും. അപ്പോൾ ട്രേഡിങ് സംഭവമൊക്കെ ചെയ്യുമ്പോൾ ഒഫീഷ്യലി പഠിച്ചിട്ട് മാത്രം ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താ പറയുക ക്വാളിഫൈഡ് ആയ ആൾക്കാരുടെ അടുത്ത് നിന്ന് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് മാത്രം ചെയ്ത് നോക്കുക. എപ്പോഴും ചെയ്ത് തുടങ്ങുമ്പോൾ ചെറിയ എമൗണ്ടിൽ വെച്ച് ചെയ്ത് തുടങ്ങുക. എന്ന് വെച്ചാൽ ഇനീഷ്യലി കുറേ കാലം നിങ്ങൾക്ക് ലോസ് ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ആദ്യത്തെ സംഭവത്തിലൊന്നും അപ്പം തന്നെ പ്രോഫിറ്റ് സംഭവമൊന്നും വരില്ല. എന്ന് വെച്ചാൽ അത്യാവശ്യം റിസ്കി പിടിച്ച പരിപാടിയാണ്. പ്രത്യേകിച്ച് F&O സെക്ഷനിലൊക്കെ നിങ്ങൾ പോയിട്ട് ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര റിസ്കി പിടിച്ച പരിപാടിയാണ്. ഏറ്റവും ബെസ്റ്റ് ഇൻട്രാ ട്രേഡിങ് സംഭവമൊക്കെയാണ് പിന്നെയും ഭേദം. അപ്പോൾ ഇത് നോക്കാൻ മറക്കണ്ട. അപ്പം അതുകൊണ്ടാണ് ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ കുറേ മെസ്സേജ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നു ഇതുപോലെ പെട്ടു കാശ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ മെയിൻ കാരണം. ഞാൻ എന്നിട്ട് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് നോക്കിയപ്പോൾ പണ്ട് ഡെയിലി വ്ളോഗ്സും അല്ലെങ്കിൽ വേറെ വല്ല സബ്ജക്റ്റുകളും ഹിസ്റ്ററി പറയുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഇടുന്നത് ഫൈനാൻസിൻ്റെ സംഭവങ്ങളാണ്. അപ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട. പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത് അവരുടെ സൈഡിൽ നിന്ന് റിപ്ലൈ സംഭവമൊന്നും വരില്ല. അത് വേറെ കാര്യം. പണി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാശ് പോവുക, നിങ്ങളുടെ ഹാർഡ് ഏൺ മണിയാൻ പോവുക. അപ്പോൾ എപ്പോഴും ഫൈനാൻസിൽ നോക്കിയിട്ട് ചെയ്യുമ്പോൾ ക്വാളിഫൈഡ് ആൾക്കാരുടെ മാത്രം ചെയ്യാൻ മറക്കണ്ട. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് നിങ്ങളൊരു പേഴ്സണൽ ഫിനാൻസറിനെ പോയിട്ട് കണ്ടിട്ട് മാത്രം നിങ്ങളുടെ ഫിനാൻസ് കാര്യങ്ങൾ ചെയ്യാട്ടോ. അല്ലെങ്കിൽ പണി കിട്ടും, അത്രേ ഉള്ളൂ. വേറെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഫൈനാൻസ് കാശ് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ലോ. അതും ഹ്യൂജ് എമൗണ്ട്. അതുപോലെ തന്നെയാണ് ഫ്രോഡ് പരിപാടികളും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കോമൺ സെൻസ് ഉപയോഗിക്കുക, ടാക്കിൾ ചെയ്യുക. നിങ്ങൾ തന്നെ ടാക്കിൾ ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ കാശാണ്. നിങ്ങളുടെ കാശ് പോയി കഴിഞ്ഞാൽ വേറെ ആൾക്കാർ വന്ന് തരുന്നില്ല. അപ്പോൾ നമ്മുടെ എന്താ പറയുക പെട്ടെന്ന് ചാടിക്കേറി എന്താ പറയുക ഇപ്പം തന്നെ ഇഷ്ടം പോലെ വാട്സപ്പിൽ ഇന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു, നമ്മൾ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ 1000 ഇട്ട് കഴിഞ്ഞാൽ 20,000 കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ മെസ്സേജ് വരുന്നുണ്ട്. ഒരു ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ചൊക്കെ മനസ്സിലാവുന്ന പരിപാടികളുള്ളതൊക്കെ അതൊന്നും ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. ചാടിക്കേറി കാശ് എന്ന് പറയുമ്പോൾ ചാടിക്കേറി വീഴാണ്. അപ്പോൾ കാശ് കിട്ടണമല്ലേ ചെയ്യണം. അതിലുള്ള എൻ്റെ എന്താ പറയുക ചിലവർ കട എടുത്തിട്ടൊക്കെ എടുത്ത് കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഒരാൾ ഇപ്പോൾ എന്താ 8 ലക്ഷം രൂപ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യണം. കാശ് ഓൾറെഡി സ്കാമേഴ്സ് അടിച്ചിട്ടുണ്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ നമുക്ക് പറയുമ്പോൾ എനിക്ക് എന്താ പറയുക ഹാക്കിങ്ങും സംഭവമൊക്കെ നമ്മുടെ എന്താ പറയുക എത്തിക്കൽ ഹാക്കിങ്ങോ നമുക്ക് കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. മരൊന്നും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിൽ മിക്ക ആൾക്കാരും ഫുള്ള് മാസ്കഡാണ്.
നമ്മുടെ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റ് പോലും മാസ്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, അത്ര അധികം കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ പോയത് തന്നെയാണ്. പിന്നെ നിങ്ങളത് പ്രതീക്ഷിച്ചിരിക്കാണ്ടിരിക്കുക കുറച്ചുകൂടി നല്ലത്. ഇനി എന്തെങ്കിലും ഭാഗ്യവശാൽ കുറെ കാലം കഴിഞ്ഞ് കിട്ടിയ ഭാഗ്യം അത്ര തന്നെ പറയുള്ളൂ. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബിവെയർ വീഡിയോ ഇടാൻ തന്നെ കാരണം. അപ്പോൾ എന്തെങ്കിലും സംശയം കാണുന്നതിൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഓൾറെഡി കണ്ടിരിക്കുന്നത് വെച്ചാൽ കുറേ പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ അവർ ട്രേഡ് ചെയ്തിട്ട് ഇങ്ങനെ പ്രോഫിറ്റ് കാണിച്ചു. അത് മിക്കതും സ്ക്രീൻഷോട്ടുകളും സംഭവമൊക്കെ കാണിക്കുക. എന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ടൊക്കെ ഇപ്പോൾ നമുക്ക് സുഖമായിട്ട് എന്തിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാനുള്ള വെബ്സൈറ്റ് സംഭവമൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഞാനാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ഫോണിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നത്, ഡയറക്റ്റ് ലൈവായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അല്ലാണ്ട് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണിക്കാൻ അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക കമ്പ്യൂട്ടർ പേജ് ഫുള്ളി ഇങ്ങനെ കാണിക്കുക അങ്ങനെയൊക്കെ ഇപ്പോൾ നമുക്ക് സുഖമായിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സംഭവങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കാത്തത്. അപ്പോൾ നമ്മുടെ ഒരു ഒറിജിനാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒഫീഷ്യലായിട്ട് നമ്മുടെ ഒന്നെങ്കിൽ എന്താ പറയുക ഡയറക്റ്റ് ലാപ്ടോപ്പ് എടുത്ത് കാണിക്കുന്നതും അല്ലെങ്കിൽ മൊബൈലിൽ കാണിക്കുന്നതും അതുകൊണ്ടാണ്. അതായത് കുറേ പേര് നമ്മൾ പറയാറുണ്ട് നമുക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണുന്നില്ല സ്ക്രീൻഷോട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഫുള്ളി എന്താ പറയുക സ്ക്രീൻ വീഡിയോ ഉണ്ടല്ലോ അതുപോലെ കൊടുക്കാൻ. അപ്പോൾ അതിലൊക്കെ നമുക്ക് സുഖമായിട്ട് മാസ്ക് ചെയ്തിട്ട് സുഖമായിട്ട് എന്ത് വേണമെങ്കിൽ കാണിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ എന്താ പറയുക നമ്മൾ ട്രേഡ് ചെയ്യുന്നത് കാണിക്കാത്തത്. അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് ചാടി കയറി ചെയ്യാൻ മറക്കരുത്. അത് വെരിഫൈ ചെയ്തിട്ട് മാത്രം പഠിച്ചിട്ട് മാത്രം ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാണുമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അടുത്ത വീഡിയോ കാണാം.